നമസ്കാരം. നമ്മളിന്ന് ഭക്തിയെക്കുറിച്ച് ഓരോരുത്തരുടെയും വിശ്വാസം അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചിലർ ശിവാരാധകരായിരിക്കും, ചിലർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആരാധകരായിരിക്കാം, ചിലർ ഭഗവതിയുടെ ദേവിയുടെ ആരാധകരായിരിക്കാം, ചിലർ രൂപമില്ലാത്ത, അതായത് ഒരു പ്രകാശത്തെ, ഒരു വെളിച്ചത്തെ, നിരാകാരമായിട്ട് ശൂന്യതയെ ഒക്കെ ആരാധിക്കുന്നവരായിരിക്കാം. അതിന് ആരാധന എന്ന് പറയണമോ എന്നറിയില്ല. നത്തിങ്നെസ്സിലൊക്കെ വിശ്വസിക്കുന്ന ചില ആൾക്കാർ, അതായത് നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ നമ്മളെ കണ്ടെത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ചിലർ, ഭഗവാൻ മൂർത്തിയിലാണ്, ഭഗവാന് ആകാരമുണ്ട്, ശരീരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, പലതരത്തിലാണ് ആരാധനകളുള്ളത്. ജ്യോതിഷപ്രകാരം നമ്മുടെ ജാതകം അത് പറയും നമ്മൾ ഏത് തരത്തിലുള്ള വിശ്വാസത്തിലേക്കാണ് ഓരോ പ്രായത്തിലും കടന്നു ചെല്ലുന്നത്. നിരാകാരമാണ് ഭഗവാൻ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ചിലർ വളരെ വൈകിട്ടായിരിക്കും എത്തുന്നത്. തുടക്കത്തിലേ അവനവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആ പരമാർത്ഥത്തെ അറിയണം എന്ന് ശ്രമിക്കുന്നവർ ഒരു ഭാഗത്ത്, അതുപോലെ എല്ലാം ആദിപരാശക്തിയിൽ നിന്നാണ്, ഭഗവതിയിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒരു ഭാഗത്ത്. നമ്മുടെ വിശ്വാസമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും തമ്മിൽ ചർച്ചകളും തർക്കങ്ങളും, അതുപോലെ വേദങ്ങളുടെയും വേദാന്തത്തിൻ്റെയും അടിസ്ഥാനവും ഭഗവത്ഗീതയുടെയും അതുപോലെ ഉമാമഹേശ്വര സംവാദത്തിൻ്റെയും അവരുടെ സംവാദങ്ങളിലൂടെയും, കൂടാതെ ദേവി ആരാധകർ ശ്രീവിദ്യയുടെ അമ്മയുടെ, താരാദേവിയുടെ ശ്രീവിദ്യ അമ്മയുടെ ആ ഒരു അടിസ്ഥാനത്തെ വെച്ചിട്ട് അവരുടെ വാദങ്ങൾ ഉറക്കെ പറയുന്നതും, അതായത് നമ്മൾ വിശ്വസിക്കുന്നതാണ് ശരി, ഇതിലേക്ക് വരൂ എന്ന് മറ്റുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള തരത്തിലുള്ള സംസാരം, നമ്മുടെ വിശ്വാസമാണ് ശരി, നമ്മളാണ് ശരിയായ പാതയിൽ സഞ്ചരിക്കുന്നവർ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പുറമേ നിന്നുള്ള ആൾക്കാർക്ക് സനാതന ധർമ്മത്തെപ്പറ്റി, ഹിന്ദു ദൈവങ്ങളുടെ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിലും നമ്മളെ ചോദ്യം ചെയ്യാനും, നമുക്ക് അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രങ്ങളുടെ വലിയ അറിവില്ലാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ എങ്ങനെ മറുപടി പറയണം എന്നത് അറിയാത്തത് മൂലം ചിലപ്പോൾ നിശബ്ദരാകേണ്ടി വരുന്നത് കൊണ്ടും, കാരണം ഇതേപ്പറ്റി പഠിപ്പിക്കുന്ന സ്കൂളുകളോ വിദ്യാഭ്യാസ രീതിയോ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലതും അറിവില്ലാത്തതുമാണ്. പക്ഷേ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എന്നത് എങ്ങനെയായിരിക്കണം, എന്തിൻ്റെ ബേസിലാണത്, അതുപോലെ മോക്ഷം എന്താണ്, മുക്തി എന്താണ്, അതുപോലെ ഈ ആരാധനകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ശരിയിൽ ഉറച്ചു നിൽക്കണം നിങ്ങളുടെ വിശ്വാസത്തിൽ. അതിനെപ്പറ്റി ആണ് ചെറിയ രീതിയിൽ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകൾ വെച്ച് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ ജ്യോതിഷപ്രകാരം നമ്മുടെ വ്യാഴം, നമ്മുടെ 9ാം ഭാവാധിപൻ, ഇവരാണ് നമ്മുടെ വിശ്വാസത്തെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. നമ്മുടെ പിതൃക്കളുടെ കർമ്മം, അവർ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, നമ്മുടെ 12ാം ഭാവം പരാശക്തികളുടെ അനുഗ്രഹം, അതുപോലെ നമ്മുടെ പൂർവജന്മ പുണ്യം 5ാം ഭാവം, പിന്നെ അഷ്ടമഭാവം നമുക്ക് ആ ഒരു ഗുപ്ത വിദ്യകളോട്, ഒക്കൾട്ടിനോടുള്ള നമ്മുടെ താല്പര്യം, ഇതെല്ലാം കാണിക്കുന്നതും നമ്മുടെ ജാതകത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാവങ്ങളെ വച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ മനസ്സിലാക്കിയെടുക്കുന്നത്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ശരി തന്നെയാണ്. ഓരോ ജന്മത്തിലും ഓരോ ആത്മാവും ഇവിടെ ജന്മമെടുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള അജണ്ടയുണ്ട്, താല്പര്യങ്ങളുണ്ട്, കർമ്മങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വിശ്വാസമായിരിക്കും അത് അവലംബിക്കുന്നത്. എന്നിരുന്നാലും ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയവർ, ചില ആത്മാക്കൾ, അവർക്ക് നല്ല പരിചയമുണ്ടാകും, മനുഷ്യജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള പരിചയം. ചില ആത്മാക്കൾ അവരുടെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ചിലരൊക്കെ പെട്ടെന്ന് ആ ഒരു പശു യോനിയിൽ നിന്ന്, അതായത് മൃഗത്തിൽ നിന്ന് മനുഷ്യനായിട്ട് വന്നിട്ടുള്ളതാണ്. അതിന് ഈ വിശ്വാസത്തിൻ്റെ, അതായത് ഞാൻ ശിവനാണെന്നുള്ളൊരു ബോധമോ, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാനാണ് എന്നുള്ളൊരു വിശ്വാസമോ, എല്ലാം ആദിപരാശക്തിയാണെന്നുള്ള തിരിച്ചറിവോ ഒന്നും ആ ആത്മാവിനില്ല. കാരണം പശു യോനിയിൽ നിന്ന് വന്നതാണ്, പുണ്യം ചെയ്തിട്ട് മനുഷ്യ ജന്മം ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ആത്മാക്കൾക്ക് ഈ പറയുന്ന വിശ്വാസമോ ആരാധനാ രീതികളോ റിച്വൽസോ ഇതൊന്നും അത്ര പരിചയമുള്ളതല്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ആൾക്കാരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ജാതകത്തിൽ നിന്നും തിരിച്ചറിയാൻ കഴിയും. അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നതും പ്രയാസമാണ്. പക്ഷേ എങ്ങനെയുള്ള കുടുംബങ്ങളിൽ വന്ന് ജനിക്കുന്നു എന്നതും അവരുടെ പൂർവ്വജന്മ പുണ്യത്തിനനുസരിച്ചിട്ടാണ്. ഭക്തിയുള്ള കുടുംബത്തിൽ വന്ന് ജനിച്ചാൽ പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങും. നാമം ചൊല്ലണം, ഏതെങ്കിലും ദേവീ ദേവതയുടെ പേരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, അമ്പല സന്ദർശനം ചെയ്യണം,
തീർത്ഥാടനം ചെയ്യണം, അതുപോലെ ശാസ്ത്രങ്ങളെ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അങ്ങനെയുള്ള കുടുംബത്തിൽ എത്തിപ്പെടും. മനുഷ്യജന്മത്തിൽ തന്നെ ചിലപ്പോൾ ശപിക്കപ്പെട്ടിട്ട് നല്ലൊരാത്മാവ് ഇങ്ങനെയുള്ള ദൈവവിശ്വാസമോ കാര്യമോ ഒന്നുമില്ലാതെ, മാത്രമല്ല അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പൂജാ പ്രാർത്ഥനകൾ, നാമജപങ്ങൾ, മാലജപം, അതുപോലെ അമ്പല സന്ദർശനങ്ങൾ, ശാസ്ത്രങ്ങൾ പഠിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് കളിയാക്കലും ഇൻസൾട്ടും ഒക്കെ അനുഭവിക്കുന്ന ആത്മാക്കളും ഉണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജനിക്കേണ്ടി വരുന്നത്. പറഞ്ഞു വരുന്നത് നമുക്ക് എങ്ങനെ ഓരോരുത്തരും ആ ജന്മത്തിലേക്ക് വന്നു എന്നതാണ്. വ്യാഴം എന്ന ഗ്രഹത്തിന് നമ്മുടെ വിശ്വാസത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകളാണ്. അതായത് ഈ ഇങ്ങനൊരു വീഡിയോ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ അതിൻ്റെ താഴെ ഇട്ട കമൻറ്റാണ്, ദൈവത്തിന് രൂപമില്ലല്ലോ, ഈശ്വരന് രൂപമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഒരു ഫോട്ടോയുടെ ആവശ്യമെന്നത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. മറ്റുള്ളവർ എന്ത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. ആ വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വിശാല മനസ്ഥിതി. വ്യാഴം ഗുരുവാണ്, ആചാര്യനാണ്, ധനുവിൻ്റെയും മീനത്തിൻ്റെയും അധിപനാണ്, മോക്ഷരാശിയുടെ മുക്തിയുടെ രാശിയുടെ, അതുപോലെ ധാർമ്മികതയുടെ രാശിയുടെ ഒക്കെ അധിപനാണ്. വിശാല മനസ്ഥിതിയാണ്. ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കുക. വിശ്വാസത്തെ എങ്ങനെ കാണണം എന്നതിനൊരു ഉദാഹരണം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ അമ്മയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ് നമ്മുടെ അച്ഛൻ എന്നത്. അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ. അപ്പോൾ അതൊരു വിശ്വാസമാണ്. അമ്മയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അമ്മ പറയുന്നു ഇതാണ് നിൻ്റെ അച്ഛൻ. നമ്മൾ അന്നു മുതൽ അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അതായത് നമ്മൾ വിശ്വസിക്കുകയാണ്. ആ അമ്മയുടെ സ്ഥാനമാണ് ഗുരുവിന്. പറഞ്ഞു വരുന്നത്, ഗുരു പറയുന്നു ഇതാണ് നിൻ്റെ ദൈവം, ആ വഴിക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ഗുരുവില്ല, ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ഗുരു ഇല്ലായിരിക്കാം. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നിങ്ങൾ എന്താണോ കൊണ്ടുവന്നത്, നിങ്ങളുടെ 5-ാം ഭാവം, നിങ്ങളുടെ പിതൃക്കൾ ചെയ്ത കർമ്മങ്ങൾ, പരാശക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 12-ാം ഭാവം, 9-ാം ഭാവം നിങ്ങളുടെ ഭാഗ്യസ്ഥാനം, അതിനനുസരിച്ചിട്ടുള്ള വിശ്വാസമായിരിക്കും നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല മറ്റൊരാളുടേത് ഇതല്ല എന്ന് പറയാനായിട്ട്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, അമ്മ കാണിച്ചു തരുന്നത് പോലെ ഇതാണ് നിൻ്റെ അച്ഛൻ. അതായത് ഗുരു പറയുകയാണ് ഇതാണ് രാധാറാണി. പരമമായിട്ടുള്ള പ്രേമത്തിൻ്റെ സ്വരൂപം ഈ രാധാറാണിയാണ്. ഈ രാധയിലൂടെയാണ് നമുക്ക് കൃഷ്ണനെ അറിയാൻ കഴിയുന്നത്, കൃഷ്ണനെ പ്രാപിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവർ ആ രാധാദേവിയുടെ, രാധാറാണിയുടെ നാമങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങും. മറ്റൊരു സമ്പ്രദായക്കാർ പറയുകയാണ് ഭഗവാൻ എന്നത് സ്വയം ശ്രീകൃഷ്ണനാണ്. എല്ലാ ചരാചരങ്ങളിലും ശ്രീകൃഷ്ണനാണ്. എല്ലാവരുടെ ഉള്ളിലും ശ്രീകൃഷ്ണനാണ്. എൻ്റെയും നിൻ്റെയും ഉള്ളിൽ ശ്രീകൃഷ്ണനാണ്. നമ്മളിൽ എല്ലാവരും ഉള്ളിൽ ശ്രീകൃഷ്ണനാണ്. ഭഗവാനിൽ നമ്മളും അടങ്ങിയിരിക്കുന്നു, നമ്മളിൽ ഭഗവാനും അടങ്ങിയിരിക്കുന്നു. ഭഗവാൻ തന്നെ അർജുനനെ തൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അർജുനന് തന്നെ അർജുനനെ കാണാം. എല്ലാം ഭഗവാന്റെ ഉള്ളിലാണ്. ഈ ബ്രഹ്മാണ്ടം എന്നത് ഭഗവാന്റെ ഉള്ളിലാണ്. അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ ഉള്ളിലാണ്. ഒരു ഗുരു ശിഷ്യന്, അത് ആരുമായിക്കോട്ടെ, പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ ഒന്നേയുള്ളൂ, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആ പ്രേമസ്വരൂപനാണ്, ശ്രീകൃഷ്ണനാണ് ഭഗവാൻ എന്നത്. അങ്ങനെ ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്നവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു. മറ്റൊരു കൂട്ടർ മാ ജഗദംബയെ, അമ്മയെ ആരാധിക്കുന്നവരാണ്. ദേവി ആരാധനയാണ്. അമ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി മാതൃസ്ഥാനത്തിൽ നിന്നാണ്, മാതൃഭാവത്തിൽ നിന്നാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ദേവിയിൽ മാത്രം വിശ്വസിക്കും. ഇതിനെല്ലാം താരതമ്യം ചെയ്യാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ടാകും. അവർക്ക് പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നും ഉണ്ടാകില്ല. മറ്റൊരു കൂട്ടം ആൾക്കാർ, ഇവരുടെ ജാതകത്തിൽ വക്രഗതിയിലുള്ള വ്യാഴത്തിനെ കാണാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കൂട്ടം ആൾക്കാർ, അതായത് ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വ്യാഴം വക്രഗതിയിലുള്ള ഗ്രഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, വ്യാഴം രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ വ്യാഴം സ്വയം വക്രഗതിയിലാണെങ്കിൽ ഒക്കെ ചില ആൾക്കാർക്ക് ഈ പ്രത്യേകതകൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു ദേവീ ദേവതയിൽ, ഒരു മന്ത്രത്തിൽ, ഒരു നാമത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാറില്ല. അപ്പോൾ അവർക്ക് കുറച്ച് വിഷമം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ചിലപ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കുകയും ചെയ്യും. ഇത്രയും കാലം നീ ഭഗവതിയെ ആരാധിച്ചുവല്ലോ, ഇപ്പോഴെന്താണ് ഒരു ശ്രീകൃഷ്ണ സ്നേഹം, അല്ലെങ്കിൽ ഇപ്പോഴെന്താണ് മഹാദേവനോട് ഇത്ര അടുപ്പം,
പിന്നെ ചില സമയങ്ങളിൽ അവർ സ്വയവും ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ എല്ലാ മന്ത്രങ്ങളും ചൊല്ലുന്നത്, എല്ലാവരുടെയും നാമങ്ങൾ ചൊല്ലുകയാണ്, എല്ലാ മന്ത്രങ്ങളും ചൊല്ലുകയാണ്, എന്നാലൊട്ട് എൻ്റെ പ്രാരാബ്ധങ്ങളോ എൻ്റെ കഷ്ടപ്പാടോ തീരുന്നുമില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ദേവതയിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റാത്തത്? അത് കുറച്ച് സംഘർഷങ്ങൾ കൊണ്ട് കൊടുക്കുന്നതുമാണ്. വ്യക്തിപരമായിട്ടുള്ള ഒരു ചിന്താഗതിയിലാണെങ്കിലും മറ്റുള്ളവർ, ചിലപ്പോൾ വീട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരായാലും ഈ ചോദ്യം ചോദിക്കുന്നതാണ്. ശരിക്കും നിനക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ, പറയാനൊരു പേടിയാണ്. അതായത് ദേവിയാണോ, ഭഗവാൻ ശിവനാണോ, ശ്രീകൃഷ്ണനാണോ, അതോ കുലദൈവങ്ങളെയാണോ, ആരെയാണ് പറയേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവർക്ക് തോന്നും ഈ ഒരു ദേവതയെ തന്നെ ഇനി മുറുകെ പിടിക്കാം. അതവരുടെ ദശ, അന്തർദശ, പ്രത്യന്തർദശ, അങ്ങനെയുള്ള സബ്ദശകൾക്കനുസരിച്ചിട്ടാണ് ഈ വ്യത്യാസം വരുന്നതും. അപ്പോൾ ആ ഒരു ദേവതയെ മുറുകെ പിടിച്ച് അവിടെ തന്നെ ഇവിടെ ഉറച്ചു എന്ന് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഗിൽട്ട് ഫീലിംഗ് അവർക്ക് വരാൻ തുടങ്ങും. അയ്യോ, ഇത്രയും നാൾ ഞാൻ ദേവിയെ ആരാധിച്ചിട്ട് ഇപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ അത്ര പോകുന്നില്ല, ദേവിയുടെ നാമങ്ങൾ അങ്ങനെ ജപിക്കുന്നുമില്ല, അതൊരു അപരാധമായിട്ട് മാറുമോ? എന്നോട് ദേവിക്ക് എന്തെങ്കിലും തോന്നുമോ? ഞാൻ തെറ്റു ചെയ്യുന്നുണ്ടോ? ഒരു ഗിൽട്ട് ഫീലിംഗ് വരും. നിങ്ങളുടെ 9ാം ഭാവാധിപനും വക്രഗതിയിലുള്ള ഗ്രഹത്തിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ, 9ാം ഭാവാധിപൻ വക്രഗതിയിലാണെങ്കിലും, ഇനി 12ാം ഭാവാധിപനാണെങ്കിൽ പോലും, അതുപോലെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ 5ാം ഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ പോലും, വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾക്ക് ജനറലി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാഹുവിൻ്റെയും കേതുവിൻ്റെയും കൂടെ ഇരിക്കുകയാണെങ്കിൽ പോലും, ഈ വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കാണാറുണ്ട്, കണ്ടുവരാറുണ്ട്. പക്ഷെ ഇവിടെ വ്യാഴം വളരെ ബലവാനാണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങളുടെ 9ാം ഭാവവും 5ാം ഭാവവും, ആ ത്രികോണങ്ങൾ 1, 5, 9 ഭാവങ്ങൾ വളരെ ബലമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി അഥവാ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഘട്ടത്തിലും ഓരോ ദേവതകളിലേക്ക് വരുന്നത് അവരുടെ ഇഷ്ടം കൊണ്ട് കൂടിയാണ് അവർ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരു ദേവതയും നമ്മുടെ മനസ്സിലേക്ക് അവർക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ വരില്ല. അതാരാണെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ കുലദേവതയെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശിവനാമങ്ങൾ ചൊല്ലുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അത് ആ ദേവതയുടെ കൂടി, ആ ഭഗവാന്റെ കൂടി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇതിനെ പോസിറ്റീവായിട്ട് കാണുക. അതായത് ഇവർക്കാർക്കും നമ്മളെപ്പോലെ മത്സര ബുദ്ധിയോ ഈ പറയുന്ന ഷഡരിപ്പുക്കളോ ഇല്ല. കാമക്രോധം, മോഹം, ലോഭം അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അത് നമുക്കാണുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ഈ മത്സരമില്ല. ഇന്നലെ വരെ എന്നെ ആയിരുന്നില്ലേ ഭജിച്ചിരുന്നത്, ഇന്ന് എന്തുകൊണ്ട് ഇന്ന ആളെ ഭജിക്കുന്നു എന്ന് അവർക്ക് തോന്നില്ല. ഈ കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് കളയുകയാണ് വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മോക്ഷം തരാൻ, മുക്തി തരാൻ കഴിവുള്ള ഒരു ഗ്രഹമുണ്ട്. അതായത് മുക്തിയിലേക്ക് നയിക്കാൻ, അങ്ങനെയാണ് പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ മോക്ഷം, മുക്തി ലഭിച്ചില്ലെങ്കിലും വരുന്ന ജന്മങ്ങളിൽ അത് ലഭിക്കണമെങ്കിൽ ചില ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഗ്രഹത്തോടനുബന്ധിച്ചിട്ടുള്ള ദേവതകളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ നയിക്കുന്നത്. നയിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുകയാണ് നിങ്ങളെ. ഇനി ഈ വ്യക്തിയുടെ ഉയർച്ച, ഉത്ഥാനം എന്നത് അടുത്ത ദേവതയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതിന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ സ്വാമിമാരുടെയും മറ്റ് പല ആൾക്കാരുടെയും പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പലരും പല ആരാധനകൾ ചെയ്തിട്ട് അവസാനം ഒരു നാമത്തിൽ, ഒരു മന്ത്രത്തിൽ എത്തിച്ചേർന്നവർ തന്നെയാണ് ഒരുപാട് ആൾക്കാർ. പലരും ആദ്യകാലത്ത് ശിവഭക്തരായിരുന്നു. ആ ഭഗവാൻ ശിവനാണ് പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് അവരെത്തിച്ചത്, രാധാറാണിയിലേക്ക് എത്തിച്ചത്. പലരും അമ്മയുടെ ഭക്തന്മാരായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഗ്ലാനി കാര്യങ്ങൾ ഇതൊന്നും വേണ്ട. ശ്രീവിദ്യയുടെ, ഭഗവതിയുടെ, ദേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ദേവി നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എന്നെ പ്രാപിക്കണമെങ്കിൽ, എന്നെ അറിയണമെങ്കിൽ നിനക്ക് നിന്റെ ജാതിയെപ്പറ്റി, അതുപോലെ എങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അതായത് പെരുമാറ്റവും, അതുപോലെ വെറുപ്പ്, മറ്റുള്ളവരോട് ഈർഷ്യ, അസൂയ, ഇതിൽ നിന്നൊക്കെ ഉയർന്നു വന്നാൽ മാത്രമേ എന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നത് ദേവി ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മറ്റുള്ളവരോട് വെറുപ്പ് സൂക്ഷിക്കുക. പിന്നെ ചില കാര്യങ്ങളെ കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നുക. അയ്യോ, ആ പ്രാണി അല്ലെങ്കിൽ ആ ജീവി, ആ ജന്തു അടുത്ത് വരുമ്പോൾ അതിനെ അറപ്പ് വരിക. ഭഗവാൻ ശിവനെയും
ദേവിയെയും മനസ്സിലാക്കണമെങ്കിൽ പോലും അവർ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പല കാര്യങ്ങളെ ഉപേക്ഷിക്കാനാണ്. ഈ പറഞ്ഞ എന്താ പറയുക, ചില ജീവികളെ, ചില പ്രാണികളെ കണ്ടാൽ നമുക്കുണ്ടാവുന്ന അറപ്പ്, ചില സാധനങ്ങൾ കണ്ടാലുള്ള അറപ്പ്, അതായത് അയ്യോ അത് ശരിയല്ല, എനിക്കതിനെ കാണുമ്പോൾ ഒരു വെറുപ്പാണ്. നിങ്ങൾ അഘോരികളെ കണ്ടിട്ടുണ്ടാവില്ലേ? ശ്മശാനങ്ങളിൽ താമസിക്കുന്നവരെ പറ്റി കേട്ടിട്ടുണ്ടാവില്ലേ? ശിവഭക്തരാണവർ, എല്ലാം ത്യജിച്ചവരാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ പിണ്ടതർപ്പണം ചെയ്തിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ശ്മശാനങ്ങളിൽ ധൈര്യത്തോടെ ജീവിക്കുന്നവരാണ്. അവരെന്ത് കഴിക്കുന്നു, എന്ത് ധരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം ശിവാരാധനയിൽ, താന്ത്രിക്കായിട്ടുള്ള ആരാധനകളിൽ, ദേവിയുടേതായാലും മഹാദേവൻ്റെതായാലും താന്ത്രിക്കായിട്ടുള്ള വിധികളിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. നമ്മുടെ നാണമായാലും ദേഷ്യമായാലും അസൂയായാലും, അതായത് ഇത്തരം എല്ലാ കാര്യങ്ങളും ത്യജിച്ച ഒരാൾക്ക് മാത്രമേ, അതായത് എങ്ങനെ പെരുമാറണം, എന്ത് കഴിക്കണം, പെരുമാറ്റമൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അതുപോലെ എന്ത് ധരിക്കണം എന്നൊക്കെ ഒരു ഡെഫിനിഷനിൽ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ ഒരു അഘോരിയെ സംബന്ധിച്ചിടത്തോളം ശിവഭക്തരാണ്. അവർ യഥാർത്ഥത്തിൽ ശിവനെ അറിയുന്നവരാണ്. താന്ത്രിക്രിയകളിലൂടെ ദേവിയെയും ഭഗവാനെയും പ്രാപിക്കുന്നവരാണവർ. അവർക്ക് യഥാർത്ഥത്തിൽ ദർശനം തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇതിൽ നിന്നെല്ലാം മുക്തരാണ്. അപ്പോൾ ആരാധനയുടെ വിവിധ തലങ്ങളെപ്പറ്റി നമ്മൾ ചെറിയ തോതിൽ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇതിലൂടെ എങ്ങനെ മോക്ഷത്തെ പ്രാപിക്കാമെന്നത്, നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ നിന്നും മോക്ഷം ആഗ്രഹിക്കുന്നവരാണ്. ചില വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നവരാണ്. ചിലർ മറ്റു ചില ബന്ധങ്ങളിൽ നിന്ന്, ചിലർ മറ്റു ചില ആൾക്കാരിൽ നിന്ന്, ചിലർക്ക് ജോലിയിൽ നിന്ന്, ചിലർക്ക് അവരുടെ ഏകാന്തതയിൽ നിന്ന്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമാണ്. അതായത് ജ്യോതിഷത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ പറയുമ്പോൾ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ അതുണ്ടാകും, എന്തിൽ നിന്നാണ് അവർ മുക്തി ആഗ്രഹിക്കുന്നത് എന്നത്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ മുക്തി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് റെഡിയാകണം, നമ്മുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും അകന്നു പോകണമെന്നത്. അവിടെ നൊന്തു പ്രസവിച്ച മകനെ ആയാലും മകളെ ആയാലും അസുഖമുള്ള മാതാപിതാക്കന്മാരെ ആയാലും വൃദ്ധരായിട്ട് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരെ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ നിങ്ങൾക്ക് മുക്തിയെപ്പറ്റി ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരവരുടെ കർമ്മം എന്താണോ കർമ്മം ലഭിച്ചിരിക്കുന്നത് അത് ചെയ്യുക എന്നത്. അതുപോലെ എല്ലാ ബന്ധങ്ങളും നിങ്ങളെ ഭഗവത് ഭക്തിയിൽ നിന്നും ഭഗവാനിൽ നിന്നും മുഖം തിരിപ്പിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് നിരന്തരം ബുദ്ധിമുട്ടും നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതുമാണെങ്കിൽ അപ്പോഴും ഭഗവാൻ നിങ്ങളെ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട് അവിടെയും, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്നുണ്ട്. അത് എല്ലാ ധർമ്മവും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്നത്. അപ്പോഴും അവിടെ നിങ്ങളുടെ ഇച്ഛയെ, ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാനും അവിടെ പറയുന്നുണ്ട്. അതായത് അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുമായി ഞാൻ ഇരിക്കണം എന്നല്ല അർത്ഥം. എല്ലാ സമയവും ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് ഭഗവാന്റെ നാമങ്ങൾ പ്രാർത്ഥിക്കാനും ചൊല്ലാനും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ സ്മരണയാണ്. നമുക്ക് കുടുംബജീവിതത്തിൽ ഇരുന്നു കൊണ്ടും ഭഗവാനെ സ്മരിക്കാവുന്നതാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ചിട്ട് സ്മരണയിൽ എപ്പോഴും ഭഗവാൻ ഉണ്ടായിരിക്കണം. സ്മരണയിൽ എപ്പോഴും നാമങ്ങൾ ഉണ്ടാകണം. നാമങ്ങൾ എവിടെയിരുന്നും എപ്പോഴും ചൊല്ലാം. നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, അത് എടുത്തു പറയാം, നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും. ഇനി അതിൽ ചോദ്യം വേണ്ട. കുളിക്കുമ്പോഴാണോ മറ്റെന്തെങ്കിലും ചെയ്യുമ്പോഴാണോ, ഏതവസ്ഥയിലും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം. മന്ത്രങ്ങൾ ചൊല്ലരുത്, പക്ഷെ നാമങ്ങൾ ജപിക്കാവുന്നതാണ്. കാരണം ഏത് സമയത്താണ് നമ്മുടെ പ്രാണൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് മൂലം നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക്, ഈ ശരീരത്തിൽ നിന്ന്, ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏത് ദേവതയാണോ ആരാധിക്കുന്നത്, തീർച്ചയായിട്ടും ദേവി ആരാധിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിലേക്ക് ആ ചൈതന്യം വരുന്നതും നമ്മുടെ സംസാരത്തിലായാലും കാഴ്ചയിലായാലും നമ്മുടെ ബുദ്ധിയിലായാലും നമ്മുടെ ചുറ്റുവട്ടത്തായാലും നമ്മുടെ എല്ലാ മേഖലകളിലും ആ ദേവിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. എല്ലാ തരത്തിലും എവിടെ നിന്നായാലും ആ ദേവിയുടെ അനുഗ്രഹങ്ങൾ ശരിക്കും അനുഗ്രഹ മഴയായിട്ട് വരുന്നതായിട്ട് കാണാം. അമ്മയെ ഭജിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണത്. പക്ഷെ ഇവിടെയും ദേവി ഡയറക്റ്റായിട്ടല്ല വന്നിട്ട് നമുക്കെല്ലാം ചെയ്തു തരുന്നത്. ദേവിയുടെ യോഗിനിമാരാണെങ്കിൽ, ദേവിയുടെ സിദ്ധികളാണെങ്കിൽ അവരാണ് നമ്മളെ സഹായിക്കുന്നത്. ദേവി ഒരു ഹയർ ലെവലിലാണുള്ളത്. ഈ ഒരു ജന്മത്തിൽ പലതരത്തിലുള്ള
അനുഷ്ഠാനങ്ങളിലൂടെ ദേവിയെ പ്രാപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ദശമഹാവിദ്യയുടെ കാര്യം പറഞ്ഞാൽ ദേവിയുടെ തന്നെ 10 രൂപങ്ങളാണ്. നമുക്കവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ, ഈ ഒരു ജന്മം കൊണ്ട് ഇവരെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയ ഭാഗ്യമാണ്. ഇതുപോലെ തന്നെയാണ് മഹാദേവനെ ആരാധിക്കുന്നതും. മഹാദേവനെ നമുക്കൊരു ആനന്ദ ഭൈരവനായിട്ട് കണ്ടാൽ, മഹാദേവനെ നമുക്ക് സ്വച്ഛന്ദ ഭൈരവനായിട്ട് കണ്ടാൽ, മഹാദേവൻ സ്വാതന്ത്ര്യമാണ്. മഹാദേവൻ അനന്തമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണ്. ഓരോ ദേവീ ദേവതയും നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ആരാധിച്ചു നോക്കൂ. എല്ലാ ദൈവങ്ങളും നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, നമ്മളിലെ ഷഡരിപ്പുക്കളെ അവസാനിക്കാൻ പഠിപ്പിക്കും, നമ്മളെ അറിയാൻ പഠിപ്പിക്കും. അതായത് ദൈവങ്ങൾക്ക് രൂപമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നിരാകാരത്തിലും ശൂന്യതയാണ്, നത്തിങ്നെസ് ആണ്, ഒരു വെളിച്ചമാണ് എന്ന് വിചാരിക്കുന്നവരായാൽ പോലും അവരുടെ ധ്യാനത്തിനും മെഡിറ്റേഷനിലും അവരുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുന്ന ആ വെളിച്ചം നിങ്ങൾക്ക് വിഗ്രഹാരാധനയിലൂടെയും മഹാദേവൻ്റെ ആരാധനയിലൂടെ ആയാലും ഭഗവതിയുടെ ആരാധനയിലൂടെ ആയാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആരാധനയിലൂടെ ആയാലും രാധാറാണിയുടെ ആരാധനയിലൂടെ ആയാലും നിങ്ങളിൽ തന്നെ ആ ചൈതന്യം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഭക്തിയും വിശ്വാസവും അവസാനം എത്തിച്ചേരുന്നത് ഒരിടത്ത് തന്നെയാണ്. നിന്റെ ഉള്ളിൽ തന്നെയാണ് ഞാനുള്ളത്, അതിനെയാണ് നീ പുറത്തന്വേഷിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹാരാധന വേണ്ടെന്നോ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വേണ്ടെന്നോ അല്ല അർത്ഥം. അതാണോ നിന്റെ ഗുരു പഠിപ്പിച്ചത്? ഗുരു അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും പൂജാ പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ഭഗവാനുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ആരാധനാ മൂർത്തിയുമായി സംവദിക്കുമ്പോൾ അവരുമായിട്ട് ഒന്നു ചേരാനുള്ള ഒരവസരം വന്നു ചേരുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ? അത് തന്നെയാണ് നിങ്ങൾ. ചില മന്ത്രങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ ദീർഘമായിട്ടൊരു ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അതുപോലെ അതിനെ പതുക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസോഹം എന്നുള്ള ഒരു നാദം കേൾക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ വിശ്വാസങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് ഏതാണ് മുഖ്യം, അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞത് ഇതാണ്, അതാണ് ഞാൻ അനുഷ്ഠിക്കുന്നത്. അതുപോലെ ഭഗവത്ഗീതയെ തന്നെ പലരും പലതരത്തിലാണ് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ കോൺഷ്യസ് ലെവലിനനുസരിച്ചിട്ട്. അതുപോലെ അവർ കടന്നു വന്ന ജീവിത അനുഭവങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് ജന്മങ്ങളിലൂടെ, വിവിധ ജന്മങ്ങളിലൂടെ യോനികളിലൂടെ കടന്നു വന്നിട്ട് അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഓരോരുത്തർക്കും ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ചർച്ച, ഒരു തർക്കം അതിന് സ്ഥാനമേ ഇല്ല. അവസാനം എല്ലാം നമ്മുടെ ഉള്ളിലാണ്. എന്ത് ഭഗവാനും അത് തന്നെയാണ് പറഞ്ഞത്, എല്ലാത്തിലും ഞാനുണ്ട്, നിന്നിലും ഞാനുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ചെറിയ ബുദ്ധിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നത് വേറൊരാളായിട്ട് കണ്ട്, അതുപോലെ ഗോപിമാർ എന്നത് വേറൊരാളായിട്ട് കണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കിക്കാണുന്നത്. നമ്മളും ഭഗവാനെ അതുപോലെ ആരാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ തന്നെയാണ് ആ ഭഗവാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വ്യത്യാസം അവിടെയും ഇല്ലാതാകും. അജ്ഞതയാണ് പല തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണം. അപ്പോൾ അജ്ഞത ഇല്ലാതാക്കുന്നതും ഗുരു തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരുവിന് വലിയ സ്ഥാനമാണുള്ളത്. അപ്പോൾ ഗുരു എന്നത് ഒരു തത്വമാണ്, ഒരു വ്യക്തിയല്ല. ഗുരുവിൽ ഒരിക്കലും നമുക്കൊരു മനുഷ്യനെ കാണാൻ കഴിയില്ല. കാരണം ഗുരു മനുഷ്യനല്ല. മനുഷ്യരൂപം അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഗുരുവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഗുരു എന്നതും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിലും ഭഗവാനാണുള്ളത്, എല്ലാ ചരാചരങ്ങളിലും ഭഗവാനാണുള്ളത്. അപ്പോൾ ഗുരുവായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതിലൂടെയാണ് നമുക്ക് ആ ജ്ഞാനം ലഭിക്കുന്നത്. ആ വ്യക്തിയാണ് ഗുരു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ. അപ്പോൾ ഗുരു നമ്മളോട് പറയുകയാണ്, ഇതാണ് നിൻ്റെ ഉപാസനാമൂർത്തി, അല്ലെങ്കിൽ ഇതാണ് നിനക്കുള്ള മന്ത്രം. അത് നമ്മൾ വിശ്വസിക്കുന്നു, മുറുകെ പിടിക്കുന്നു. നമ്മളുടെ വ്യാഴം നല്ലതല്ലെങ്കിൽ, ഗുരുചണ്ഡാല യോഗമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വ്യാഴവും രാഹുവും ഒക്കെ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ ഈ ഗുരുവിനെ വിശ്വസിക്കാൻ. അതുപോലെ പലപ്പോഴും 2ാം ഭാവത്തിൽ വ്യാഴം ഉണ്ടാകുമ്പോഴും ഗുരുവിനോട് സംശയം ഉണ്ടാകാറുണ്ട്. വ്യാഴത്തിന് 12ാം ഭാവത്തിലാണെങ്കിലും 8ാം ഭാവത്തിലാണെങ്കിലും പാപഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സംശയം വരാറുണ്ട്. ഇദ്ദേഹം എന്നെ പറ്റിക്കുമോ? ഈ ഗുരുവിനെ വിശ്വസിക്കാമോ? ഇദ്ദേഹത്തിന് എന്നെ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? എന്നിലൊരു മാറ്റം വരുത്താൻ ഇദ്ദേഹത്തിന് പറ്റുമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ. ചിലർക്ക് ഈ വിശ്വാസം ഉറച്ചു വരാനായിട്ട് ഒരുപാട് കാലമെടുക്കും, ചിലർക്ക് ജന്മങ്ങളെടുക്കും. അപ്പോൾ നമ്മുടെ ജാതകമാണ് പറയുന്നത് എത്രമാത്രം ബലമുണ്ട് നമ്മുടെ പൂർവ്വജന്മ പുണ്യങ്ങൾക്ക്, നമ്മുടെ 9ാം ഭാവത്തിന്, നമ്മുടെ പിതൃക്കൾ ചെയ്ത കർമ്മത്തിന്, പരാശക്തികളുടെ അനുഗ്രഹത്തിനായിട്ടൊക്കെ. അപ്പോൾ മുക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ
ഏത് കാര്യത്തിൽ നിന്നാണ് മുക്തി വേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ വേണം. പലർക്കും ആ ഒരു ചിന്ത വരാറില്ല. എന്തിനാണ് മുക്തി? ഏത് കാര്യത്തിൽ നിന്നാണ് ഞാൻ മുക്തി ആഗ്രഹിക്കുന്നത്? നാളെ മരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? മരിച്ചാൽ മുക്തി കിട്ടുമോ? മോക്ഷം കിട്ടണമെങ്കിൽ ആദ്യം മരിക്കണം എന്നൊരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മരിക്കാതെ ഒരാൾക്ക് മുക്തി കിട്ടാമോ? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാലും ജീവൻ മുക്തനായിട്ടിരിക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തരായിട്ടിരിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ വരണമെങ്കിൽ പോലും നമ്മുടെ ജാതകത്തിലെ 9-ാം ഭാവം, 12-ാം ഭാവം, 5-ാം ഭാവം ഒക്കെ നല്ല രീതിയിലായിരിക്കണം. അത്രയും പൂർവ്വജന്മ പുണ്യം നമുക്കുണ്ടായിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം കാര്യം അനുഭവം വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യ ഘട്ടം എന്നത് ഭഗവാന്റെ ഭക്തന്മാരെ അറിയുക എന്നതാണ്. ശരിക്കും നമുക്ക് ഒന്നും അറിയാത്തൊരു സമയത്ത് എന്താണ് മുക്തി, അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്താം, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് എങ്ങനെ മുക്തി നേടാം, എന്തൊക്കെയാണ് കടമ്പകൾ, എനിക്കൊരു ഗുരുവില്ലല്ലോ എന്നൊക്കെ സംശയം വരുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയിക്കുക എന്നാണ് വഴി. സത്സംഗം ചെയ്തിട്ടായാലും നല്ല ഗുരുക്കന്മാരുണ്ടെങ്കിലും ഒക്കെ നല്ലതാണ്. ഇതൊന്നുമില്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിയെ ശരണം പ്രാപിക്കുക. ഏറ്റവും നല്ല ഉത്തമനായിട്ടുള്ള ഭക്തനാണ്, അതിബലശാലിയാണ്, പരാക്രമിയാണ്, ശക്തിയും അഷ്ടസിദ്ധികളും നവനിധികളും ഒക്കെയുള്ള ഹനുമാൻജിയുടെ ഒരു ഭക്തി വിനയം എന്നത് നമ്മൾ പഠിച്ചറിയേണ്ടതാണ്. ഇത് അറിയണമെങ്കിലും നമ്മുടെ ജാതകത്തിൽ ചൊവ്വയൊക്കെ നല്ല രീതിയിലിരിക്കണം. നല്ല ചൊവ്വയും വ്യാഴവും ഉണ്ടാകുമ്പോഴാണ് ഹനുമാൻ ഭക്തി വരുന്നത് തന്നെ. പക്ഷേ ആഞ്ജനേയ സ്വാമി നമ്മളെ ശരിക്കും ഭഗവാനിലേക്ക് എത്തിക്കും പടിപടിയായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിൽ പല ദേവീ ദേവതമാരാണ് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ്. ഇതിലൊരു ഗ്ലാനിയും വേണ്ട. അയ്യോ, ഞാൻ ഇന്നലെ വരെ ഇന്നതായിരുന്നല്ലോ വായിച്ചിരുന്നത്, ഇന്ന് ഇതായിരുന്നല്ലോ ചൊല്ലേണ്ടത്. നമ്മളെ ഉയർത്തുകയാണ്. ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്നത് മോക്ഷം തന്നെയാണ്. അപ്പോൾ ഭക്തന്മാരെ സേവിക്കുക, അവരെ പ്രാർത്ഥിക്കുക, ഭഗവാനും അതും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ മോക്ഷം മുക്തി എന്നുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നാമങ്ങൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. നാമത്തിന് നമ്മളെ ഉത്ഥാനം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതായത് അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി ഉള്ളതുപോലെ നാമത്തിന് നമ്മളെ ഉയർത്താനുള്ളൊരു കഴിവുണ്ട്. അതായത് അഗ്നിയെ നമ്മൾ സ്നേഹത്തോടെ തൊട്ടാലും പൊള്ളും, നമ്മളെ ആരെങ്കിലും തള്ളിയിട്ടാലും പൊള്ളും, നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ തൊട്ടാലും നമുക്ക് കൈപൊള്ളും. അഗ്നിക്ക് നമ്മളെ ദഹിപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ട്. അതുപോലെയാണ് ഭഗവാന്റെ നാമങ്ങളും. ഭഗവാന്റെ നാമങ്ങൾ അതിന് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, നിങ്ങൾക്ക് അമ്മ ഉപദേശിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ അമ്മ ഒരു നാമം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുരു ഉണ്ട്, നിങ്ങൾ സ്ഥിരമായിട്ട് സത്സംഗത്തിന് പോകുന്ന ആളാണ്, ഒരു ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് പറയുന്നത് ആ ഒരു നാമം ഉറച്ച് അതിനെ മുറുകെ പിടിക്കുക, അത് ചൊല്ലുക. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ടും ആ തത്വത്തെ അറിയാൻ കഴിയും. എന്താണ് മോക്ഷം, മുക്തി, അതായത് യഥാർത്ഥത്തിൽ എനിക്കെന്താണ് ഈ ജന്മത്തിൽ ചെയ്യാനുള്ളത്, എൻ്റെ യാത്ര എങ്ങോട്ടാണ് എന്നത് അറിയാൻ കഴിയും. ആ മൂർത്തി സ്വയം വന്ന്, അത് ദേവിയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഒരു ദേവിയുടെ നാമമാണ് ഉച്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ രാമനാമമാണ്, കൃഷ്ണൻ്റെ നാമമാണ്, രാധാദേവിയുടെ നാമമാണെങ്കിൽ എന്താണോ, ഓം നമഃ ശിവായ മന്ത്രങ്ങളാണോ, അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇത് തുടക്കത്തിൽ ബുദ്ധിമുട്ടാണ്. ശരിക്കും ധ്യാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒരു നാമത്തിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് സഹായകമാവുന്നതാണ്. ഇന്ന് പലരും പല കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള അഷ്ടകങ്ങളും അതുപോലെ സ്തോത്രങ്ങളും ഒക്കെ ചൊല്ലുന്നത്. കാര്യസിദ്ധിക്ക്, കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടാനാണ്, ചില കഷ്ടങ്ങളിൽ നിന്ന് മുക്തി നേടാനാണ് പലതും ചെയ്യുന്നത്. അത് മറ്റൊരു ആസ്പെക്റ്റാണ്. നമ്മളിവിടെ പറയുന്നത് നമുക്ക് മോക്ഷമാർഗത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട്, മുക്തി മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ദേവതയുടെ ഒരു നാമം അത് മുറുകെ പിടിക്കുക. അതിന് നിങ്ങൾ ഒരു കൺഫ്യൂഷനും വേണ്ട. അതായത് നിങ്ങൾ ശൈവ സിദ്ധാന്തം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഭഗവാൻ ശിവനെ ആരാധിക്കുക, ഭഗവതിയുടെ ശക്തേയമാണെങ്കിൽ ഭഗവതിയെ മുറുകെ പിടിക്കുക, മഹാകാളിയുടെ ആരാധകരാണോ തീർച്ചയായിട്ടും ദേവി തന്നെ നിങ്ങളുടെ ഒരു ഉദ്ധാനം ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത എന്നത് പലരും സിദ്ധികൾക്ക് വേണ്ടിയിട്ടാണ്, പ്രത്യേക കഴിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാരൊക്കെ ദേവി ആരാധന ചെയ്യുന്നത്. മഹാകാളി ആയാലും അമ്മേ താരാദേവി ആയാലും ഒക്കെ സിദ്ധികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും ആരാധന ചെയ്യുന്നത്. അതായത് വാക് സിദ്ധി കിട്ടണം, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രശസ്തി വേണം, മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും വിജയിക്കണം,
അങ്ങനെ അവരവരുടെ പ്രൊഫഷനും പേരിനും പ്രശസ്തിക്കും ലാഭേച്ഛയ്ക്കും വേണ്ടിയിട്ടാണ് പലരും ചില ആരാധനകൾ, ചില മന്ത്രങ്ങൾ ജപിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മോക്ഷത്തിന്, മുക്തിക്ക് ഒരു ബാധയാവുന്നതായിരിക്കും. ക്രമേണ നിങ്ങൾക്ക് ഈ പറയുന്ന ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്, യാതൊരു സംശയവുമില്ല. ഭഗവതിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്സിദ്ധി ആയാലും പേരെടുക്കാനൊക്കെ പല സിദ്ധികളും പല കഴിവുകളും തരുന്നതാണ്. അപ്പോൾ സിദ്ധി എന്ന് പറയുന്നത് തന്നെ ദേവിയുടെ മറ്റൊരു ശക്തിയാണ്. ദേവിയുടെ ശക്തികളാണ് ഈ സിദ്ധി യോഗിനിമാരൊക്കെ. അപ്പോൾ ഇവരുമായിട്ട് നമ്മൾ മന്ത്രം ജപിച്ചിട്ടും ഒക്കെ നമുക്ക് അടുപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതായത് നമുക്ക് മുക്തി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ സിദ്ധി നമ്മളെ മുക്തിക്കായിട്ട് അനുവദിക്കില്ല. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടിട്ട് ഈ സിദ്ധിയും നമ്മളും തമ്മിലുള്ള ഈ ഒരു ശക്തിയുമായിട്ടുള്ള നമ്മുടെ അടുപ്പം കാരണം നമുക്ക് നമ്മുടെ ആത്മാവിന് മുക്തി കിട്ടുന്നതായിരിക്കില്ല. അതിനെപ്പറ്റി ആരും അധികം അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ഈ ഒരു ലോകത്തെ ജീവിതത്തെ പറ്റി മാത്രമേ ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ. അതിനുശേഷം എന്താവും എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും ദേവി ആരാധനയും ഏത് സമ്പ്രദായം ഫോളോ ചെയ്യുമ്പോഴും ആ ശക്തിയോട്, ആ മൂർത്തിയോട്, പ്രത്യേകിച്ച് അത് ദേവി ആരാധനയിൽ, കാളി ആരാധനയിലൊക്കെയാണ്, ആ ദേവിയോട്, മഹാകാളിയോട്, അമ്മയോട്, താരാദേവിയാണെങ്കിലും ആ ദശമഹാവിദ്യകൾ നിങ്ങൾ ആരാധിക്കുമ്പോൾ അവരോട് പറയണം, ഒന്നാമത് നമുക്ക് ഈ പ്രത്യേക സിദ്ധികളൊന്നും വേണ്ട എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഒരു ആരാധന എന്നത്. ആ ഭഗവതിയോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആരാധനയായിരിക്കണം. അല്ലാതെ എനിക്ക് പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം എന്നത്, ഈ പ്രൊമോഷൻ, വാക്സിദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് കഴിവതും ഇത്തരം ആവശ്യങ്ങൾ പറയാതിരിക്കുക എന്നതാണ് ഒന്ന്. ഇനി അഥവാ നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതേ മൂർത്തിയോട് നിങ്ങൾ പറയേണ്ടതുമാണ്, എനിക്ക് മരണാനന്തരം മുക്തി തരണമേ എന്നത്. അതിപ്പോഴേ പറഞ്ഞു തുടങ്ങണം. നമ്മൾ ആരാധിക്കുമ്പോഴേ ഈ ഒരു കാര്യം പറയണം, എന്നെ മുക്തനാക്കണേ എനിക്ക് മുക്തി തരണമേ, എനിക്ക് മുക്തി തരണമേ എന്നുള്ള ആവശ്യം പറയണം. കാരണം ഇവരെല്ലാം ശരിക്കും ഉള്ളതാണ്, ഇതൊരു മായയൊന്നുമല്ല. ഇതെല്ലാം എല്ലാ ദൈവങ്ങളും ഉള്ളതാണ്. നമുക്ക് കാണാൻ പറ്റാത്തതൊന്നും ഇല്ല എന്ന് വിചാരിക്കേണ്ട. നമുക്ക് കാണാൻ പറ്റുന്നതെല്ലാം സത്യമാണെന്നുള്ള ബോധവും വേണ്ട. ചില ആൾക്കാരെ പറ്റി നിങ്ങൾ ധരിച്ചു വച്ചതാണോ അവർ പിന്നീട് നിങ്ങളോട് പെരുമാറിയതും കാണിച്ചതുമൊക്കെ? അതായിരുന്നില്ല അവർ, നിങ്ങൾ ചിന്തിച്ചതായിരുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയത് എന്നത് നിങ്ങൾക്ക് കാലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മുടെ മുന്നിൽ കാണാത്ത ശക്തികളില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട, എല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷെ ആരാധന എന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരിക്കില്ല. ഓട്ടോമാറ്റിക്കലി സിദ്ധികൾ വന്നു ചേരുന്നതാണ്. നമ്മൾ ആരാധന ചെയ്യുമ്പോൾ, അദമ്യമായിട്ട് അവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സംരക്ഷണമായാലും നമ്മുടെ ആഗ്രഹങ്ങൾ, കാരണം നമ്മൾ വലിയ ആഗ്രഹങ്ങളൊന്നും പറയില്ല അവരോട്, അവരെപ്പോഴും കൂടെ ഉണ്ടല്ലോ. അതിനപ്പുറം എന്താണ് വേണ്ടത്? അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കുറേയൊക്കെ സാത്വികമായിട്ടിരിക്കാനും ശ്രമിക്കണം. ഇവിടെ തന്നെ എല്ലാം ഉപേക്ഷിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഘോരികളെ ഒക്കെ പോലെ അവരെ നമുക്ക് ഭയക്കേണ്ടതോ അവജ്ഞയോടെ നോക്കേണ്ട കാര്യമോ ഒന്നുമില്ല. അവരെല്ലാത്തിൽ നിന്നും ശ്മശാനത്തിൽ, അതായത് അവരെ ശരിക്കും ആത്മതത്വം അറിഞ്ഞവരാണ്. ശ്മശാനമാണ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലം എന്ന രീതിയിലാണ് അവരിയ്ക്കുന്നത്. കാരണം അവിടെ ആത്മാക്കൾ മാത്രമേ ഉള്ളൂ. അവിടെ ഈ ഒരു മാംസവും മജ്ജയും ഉള്ള ഈ മനുഷ്യനിൽ അതൊക്കെ ദഹിച്ചു പോയിരിക്കുന്നു ശ്മശാനത്തിൽ. അവിടെ ഉള്ളത് ആത്മാക്കൾ മാത്രമാണ്. ആത്മാവിന് എന്ത് കാമം, ക്രോധം, ലോഭം, വികാരങ്ങൾ. അതുകൊണ്ട് അവർക്ക് വളരെ പവിത്രമായിട്ടുള്ളൊരു സ്ഥലമാണ് ശ്മശാനം എന്നത്. നമുക്ക് ഭയമായിരിക്കാം, അത് ഓരോരുത്തരുടെയും സങ്കല്പത്തിലാണ്. നിങ്ങൾ ഭയക്കണമോ? ഞാൻ പറഞ്ഞു നേരത്തെ, ആരാധനകൾ, ശിവാരാധനയായാലും ദേവിയുടെ ആരാധനയായാലും, നേരത്തെ പറഞ്ഞു ആരാധനകൾ ചെയ്യുന്നവർ ദൈവങ്ങളോട് അടുപ്പം കാണിക്കുമ്പോൾ വെറുപ്പ്, അതുപോലെ അറപ്പ്, ദേഷ്യം, അതുപോലെ അസൂയ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ ഞാൻ എങ്ങനെ വേഷം ധരിക്കണം, ഞാൻ എങ്ങനെ ഇരിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ എന്നുള്ള ഒരു ബോധം, ഇതെല്ലാം നമ്മൾ മറക്കേണ്ടതാണ്. ആ ഒരു ധൈര്യം നമ്മളിൽ വരുന്നതാണ്. ആരാധനകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇന്ന വസ്ത്രം അണിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. കാരണം ഇതിൽ നിന്നൊക്കെ അപ്പുറത്താണ് ആരാധന എന്നത്. ദേവിയുടെ ദർശനം കിട്ടുമ്പോൾ, ദേവിയുടെ സാമീപ്യം നിങ്ങൾ അറിയുമ്പോൾ, ദേവി അർത്ഥനഗ്നയാണ്. ദേവിയെ കണ്ടിട്ട് കാമമോ മറ്റു നീചമായിട്ടുള്ള ചിന്തകളോ വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ദേവിയല്ല കാണുന്നത്. ഈ തത്വം തന്നെയാണ് ദേവി നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ദേവി താരയുടെയൊക്കെ ഒരു രൂപം പറയുകയാണെങ്കിൽ അർത്ഥനഗ്നയാണ് ദേവി. ദേവിയുടെ സൗമ്യഭാവവും
കുറച്ച് രൗദ്രമായിട്ടുള്ള ഭാവമുണ്ട്. ഇതിൽ ദേവിയുടെ സൗമ്യഭാവം ഭഗവാൻ ശിവന് പാലൂട്ടുകയാണ്. ഭഗവാൻ ശിവനെ കുഞ്ഞായി കണ്ടിട്ട്, ഇത് താന്ത്രിക് ഫോമാണ്, ഭഗവാൻ ശിവന് പാലൂട്ടുകയാണ് ദേവി താര. ഭഗവാൻ ശിവൻ്റെ കണ്ഠത്തിലെ ആ വിഷം ഇറക്കിക്കളഞ്ഞത് ഭഗവാൻ ശിവൻ ആ കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് വന്ന് ദേവി താര പാലൂട്ടുമ്പോൾ ആ വിഷം ഇറങ്ങിപ്പോയി എന്ന് ആണ് തന്ത്രങ്ങളിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ദേവി പ്രത്യക്ഷപ്പെടുമ്പോൾ ദേവി അർത്ഥനഗ്നയായിരിക്കും. നിങ്ങളിൽ എന്ത് വികാരമാണ് ഉണ്ടാകുന്നത് എന്നത് നിങ്ങളുടെ പൂർവജന്മ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. എന്താണ് നിങ്ങൾ കൊണ്ടുവന്നത് പാസ്റ്റ് ലൈഫിൽ നിന്ന് എന്നതിനനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ദേവി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പട്ടുസാരിയൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുക എന്ന്. തയ്യാറായിരിക്കണം നമ്മൾ. നേരത്തെ ഈ പറഞ്ഞ വെറുപ്പ്, ലജ്ജ, ദേഷ്യം, ക്രോധം, അതുപോലെ എന്ത് ധരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നത്. ഒരു അഘോരിയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെ പെരുമാറണം എന്നത് നമ്മൾ നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കില്ല അയാൾ പെരുമാറുന്നത്. അതുപോലെ ദൈവങ്ങളെ പ്രാപിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ആ ഡെഫിനിഷൻസും നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്ത ആ ഒരു സംസ്കാരവും വെച്ചിട്ടായിരിക്കരുത് നമ്മൾ ദേവതമാരെ അപ്രോച്ച് ചെയ്യുന്നത്. അത് മറ്റൊരു ലോകമാണ്. അവിടെ മറ്റൊന്നുമില്ല. നമ്മൾ അംഗീകരിക്കുകയാണ്, ഇതാണ് ദേവി. കഴുത്തിലണിഞ്ഞ തലയോട്ടി മാലയും കയ്യിൽ തൂക്കിപ്പിടിച്ച ശിരസും. നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇവിടെ താരാദേവിയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ദേവിയുടെ വലിയ വയറ് ആ ഒരു കുഞ്ഞിനെ വളർത്താനും ആ ഒരു മാതൃത്വത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ പ്രൊട്ടക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നത്? നിങ്ങൾ ദേവി ആരാധന ചെയ്യുമ്പോൾ നിങ്ങൾ സൗമ്യരൂപത്തെ ആയിരിക്കാം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ദേവിയുടെ സൗമ്യരൂപത്തെ തന്നെ ആരാധിക്കണമെന്നത്. പക്ഷേ നമ്മൾ മഹാകാളിയെ, ദേവിയൊക്കെ ആരാധിക്കുമ്പോൾ നമുക്ക് ആ ശക്തി വേണം. അവർ മുന്നിൽ വരുമ്പോൾ അത് താങ്ങാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് നാം നേരത്തെ നിർവചനങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങനെയാണ് ദേവി വരിക, ഇങ്ങനെയായിരിക്കും ദേവി എന്നത്. അമ്മയാണ്. അമ്മയിൽ ഒരു കുഞ്ഞും കാമം കാണില്ല. ഇഷ്ടംപോലെ പുരുഷന്മാർ ദേവി ആരാധകരാണ്. പുരുഷന്മാരാണ് കൂടുതലും ദേവി ആരാധനയിലുള്ളത്. ദേവി ആരാധനയിലുള്ള പുരുഷന്മാർക്ക് എല്ലാ സ്ത്രീകളിലും ആ ഒരു ദേവിയുടെ ചൈതന്യത്തെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ആധ്യാത്മിക ഉയർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നിർവചനങ്ങൾക്കപ്പുറത്താണ് ദേവീ ദേവതകൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയൊക്കെ കഥകളും കാര്യങ്ങളും ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നേരത്തെ പറഞ്ഞു, കാശ്മീരികളൊക്കെയാണ് സ്വച്ഛന്ദ ഭൈരവനെ ആരാധിക്കുന്നത്. അവിടുത്തെ താന്ത്രിക് ഫോമാണ്. അപ്പോൾ പലതരത്തിലാണ് ആരാധനകളുള്ളത്. നിങ്ങൾ ഏതിൽ വിശ്വസിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുക. മോക്ഷം, മുക്തി എന്നത് ഏത് കാര്യത്തിൽ നിന്ന് വേണം എന്നതിനെപ്പറ്റി നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ മുറുകെ പിടിച്ചിട്ട് ആ ബന്ധം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ദൂരെ പോകാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക എന്നാണ്. ബാക്കി ആ ദേവത നോക്കിക്കോളും. വിശ്വാസമില്ലാത്തവർക്കാണ് എപ്പോഴും കൺഫ്യൂഷൻ. അതായത് എപ്പോഴും അപമാനിക്കുന്ന പങ്കാളി, പണത്തിനായി വേണ്ടി മാത്രം ഒരു ഭാര്യയെ ആവശ്യമുള്ള ഒരു പങ്കാളി, ഒരു തരത്തിലും സംരക്ഷണം നൽകാത്ത, ഒരുപാട് ദ്രോഹിക്കുന്ന ഒരു പങ്കാളി പിടിച്ചു നിൽക്കുകയാണ്. എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത്? അവിടെ നിന്നൊരു മുക്തിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിച്ച് തീരുമാനങ്ങൾ എടുക്കണം. ആ ദേവത കൂടെ ഉണ്ടാകും. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഏത് ദൈവത്തെ ആരാധിക്കുന്നു അവർ തന്നെ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വക്രഗതിയിലുള്ള വ്യാഴമൊക്കെ ഉണ്ടാകുമ്പോഴും ഈ കൺഫ്യൂഷൻ വേണ്ട. വൃശ്ചികത്തിലെ രാഹുവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മെഡിറ്റേഷൻ അനുഭവങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. അതിൻ്റെ വക്രഗതിയിലുള്ള വ്യാഴം ഒക്കെ വരുമ്പോഴും പലതരത്തിലും കൺഫ്യൂഷനും കൊണ്ടു കൊടുക്കും. മറികടക്കാനാണ് നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ എപ്പോഴും സത്സംഗം കേട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. സത്സംഗം ചെയ്തുകൊണ്ടിരിക്കുക, കേൾക്കാൻ പറ്റുന്നത്ര കേൾക്കുക. അതിലൂടെ നിരന്തരം ഒരു വിശ്വാസം ഒരു ഗുരുവിൽ വരുത്തുക, ഒരാളെ സെലക്ട് ചെയ്യുക. ഇവിടെയും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാലയളവ് വരെ ഒരു ഗുരുവിനെ, ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. പിന്നീട് മാറി വേറൊരു മെത്തേഡിലേക്ക് പോകും. എന്തു തന്നെ ആയാലും ഒരു സമയമാകുമ്പോൾ ആ ഒരു പ്രാരാബ്ധം അങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു സ്റ്റേജിലെത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ അനുഭവങ്ങൾ നേടിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ കുറ്റബോധം വേണ്ട. ഇതിൽ വിവിധ ദേവതകളെ ആരാധിക്കുന്നവർക്കൊരു മനസ്സിലൊരു തോന്നൽ വരാറുണ്ട്. ഇത് ശരിയാണോ, ഇത് ചെയ്യണോ, അല്ലെങ്കിൽ ഇന്ന വ്രതം എടുക്കണോ, ഇന്ന വ്രതം എടുക്കണ്ടയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്തരം കൺഫ്യൂഷൻ വേണ്ട.
അതായത് ഭക്തിയുടെ ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരം ഒരു തരത്തിലുള്ള ആശങ്ക, അതാണ് ആശങ്ക, ഭയം, വെറുപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ലജ്ജ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വേണ്ട. ഇവിടെ ഒരു ഉദാഹരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഗോപിമാരുടെ വസ്ത്ര അപഹരണം ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നത്, എന്നെ പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ ലജ്ജാധർമ്മത്തെ വരെ ഉപേക്ഷിക്കണമെന്നാണ്. അതിന് പലതരത്തിലാണ് ആൾക്കാർ വ്യാഖ്യാനം ചെയ്യുന്നത്. ഭഗവാൻ വസ്ത്രം മോഷ്ടിച്ചു, അല്ലെങ്കിൽ പലതരത്തിലും അതിനെ വ്യാഖ്യാനം ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് തരുന്ന ആധ്യാത്മികമായിട്ടുള്ള ഒരു മെസ്സേജ് എന്നത്, എന്നെ പ്രാപിക്കണമെങ്കിൽ ലജ്ജാധർമ്മം കൂടി ഉപേക്ഷിക്കൂ. നമ്മൾ ഒരു മനുഷ്യ ജീവി എന്നുള്ള ഒരു രീതിയിൽ, ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ പലതും പല രീതിയിലും നമുക്ക് ജീവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ദേവീദേവതന്മാരുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന സർവധർമാൻ പരിത്യജ, എല്ലാ ധർമ്മങ്ങളും, വീട്, കുടുംബം, കുട്ടികൾ, നിങ്ങളിലുള്ള ഭയം, ആശങ്ക, വെറുപ്പ്, എല്ലാം എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനാണെന്നത്, അതെല്ലാം ഉപേക്ഷിക്കൂ. കാരണം ഞാൻ തന്നെയാണ് നിൻ്റെ ഉള്ളിലുള്ളത്, നീ എൻ്റെ ഉള്ളിലുമുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഏത് തരത്തിലാണെങ്കിലും, അദ്വൈതമായാലും ദ്വൈതമായാലും എന്തു തന്നെയായാലും ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നതും അതിൽ മുന്നോട്ട് പോവുക എന്നതുമാണ് പ്രധാനം. അത് നമ്മുടെ വിശ്വാസം എന്നത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ചർച്ചയാക്കേണ്ട ഒരു വിഷയമില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ, നമ്മുടെ ഗുരു കാണിച്ചു തരുന്ന ആളാണ് നമുക്ക് ആരാധ്യനായിട്ടുള്ള ആ ദൈവം, ദേവത എന്നത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ നമ്മുടെ വിശ്വാസങ്ങളിൽ കൈകടത്തുമ്പോൾ നമുക്കറിയാമല്ലോ ഇതാണ് എൻ്റെ അച്ഛൻ എന്നത്. അപ്പോൾ മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, കാരണം ഇതുവരെ എന്നെ കൈപിടിച്ച് നടത്തിയത് ഈ അച്ഛനാണ്, ഇതുവരെ എന്നെ സംരക്ഷിച്ചത് ഈ അച്ഛനാണ്. അത് നമുക്കറിയാം. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ ആരാധനാമൂർത്തി. അതിന് നിരാകാരമാണെങ്കിൽ, വെളിച്ചമാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ, ദേവതയെ, നിങ്ങളിലെ ആ ശിവനെ, നിങ്ങളിലെ ആ ദേവിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണത്. പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രയത്നം എന്നത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തന്നെ സംശയിക്കുന്നത് പോലെയാണ്. അടിയുറച്ച വിശ്വാസമാണ് വേണ്ടത്. ഇതെൻ്റെ വിശ്വാസമാണ്, ഇത് എനിക്ക് ആരുടെ മുന്നിലും തെളിയിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വിശ്വാസത്തെപ്പറ്റി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അതെൻ്റെ പ്രശ്നമല്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഇപ്പോഴുള്ള ഈ ഒരു സമയം എന്നത് എനിക്ക് എൻ്റെ ആരാധനാമൂർത്തിയെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ എന്താണ് എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മുക്തി, മോക്ഷം എന്ന കാര്യം എന്നത് ഓരോ ദേവതയ്ക്കും നിങ്ങൾക്ക് കൊണ്ടുതരാൻ കഴിയും. നിങ്ങൾ എങ്ങനെ അവരെ സമീപിക്കുന്നു, എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. ഒരു മന്ത്രത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റൊന്ന്, ഈ ജന്മത്തിൽ ഏത് കാര്യത്തിൽ നിന്ന്, ചില ആൾക്കാർക്ക് ചില ദശാകാലങ്ങളിൽ ഇന്ന കാര്യത്തിൽ നിന്ന് മുക്തി വേണം എന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ജോലിയിൽ നിന്ന്, ഈ പദവിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന്, അതിന് ഓരോ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഓരോ ഭാവത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു നഷ്ടഭാവം, മുക്തിഭാവം, ഒരു മോക്ഷഭാവമുണ്ട്. അതായത് 4-ാം ഭാവത്തിൻ്റെ മോക്ഷഭാവം ആണ് 3-ാം ഭാവം. അപ്പോൾ 4-ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ നഷ്ടങ്ങൾ എന്നത്, മുക്തി എന്നത് 3-ാം ഭാവമാണ്. നമ്മുടെ 12-ാം ഭാവം എന്നത് നമ്മുടെ ലഗ്നത്തിൻ്റെ മോക്ഷഭാവമായിട്ട് വരുന്നത് പോലെ. അപ്പോൾ അത് ഓരോ ജാതകത്തിലും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും ഈ വ്യക്തി എന്തിൽ നിന്നാണ് മുക്തി ആഗ്രഹിക്കുന്നത് എന്നത്. അതാണ് ചില ആൾക്കാർക്ക് അഡിക്ഷനിൽ നിന്ന് മുക്തി നേടാനേ പറ്റാറില്ല. അവർ അഡിക്റ്റഡ് ആണ് ചില കാര്യങ്ങൾക്ക്. പക്ഷേ ഏത് നിമിഷം അവരത് ആഗ്രഹിച്ചു തുടങ്ങുന്നുവോ, അദമ്യമായിട്ടുള്ള ആഗ്രഹം വന്നുവോ, ഇതിൽ നിന്ന് എനിക്ക് മുക്തി വേണം, ഈ അഡിക്ഷനിൽ നിന്ന്, ഈ ദുസ്വഭാവത്തിൽ നിന്ന് എനിക്ക് മുക്തി വേണമെന്നത്, ആ ഗ്രഹം ഇരിക്കുന്ന 12-ാം ഭാവം നോക്കൂ. അതിനൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. അതിനെ സംബന്ധിച്ചിട്ടുള്ള ദേവതകൾക്ക്, ആ ദേവതകളുടെ ഉപാസന, ആരാധന, മന്ത്രങ്ങൾ, പരിഹാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ദുസ്വഭാവത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് കുട്ടികളുടെയും ജാതകത്തിൽ നിന്നും അവരുടെ ദുസ്വഭാവങ്ങളെ, അവരുടെ ആ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അതായത് ഒരുപാട് സമയം ഉപയോഗിക്കുന്ന ആ ഒരു സ്വഭാവം, ചില കുട്ടികൾ തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്ന അത്തരം സ്വഭാവങ്ങളെയൊക്കെ കുറച്ച് കാലങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 3 വർഷമൊക്കെ മിനിമം എടുക്കും. പെട്ടെന്നുണ്ടായൊരു സ്വഭാവമല്ല, പക്ഷെ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇത്തരം ആരാധനകളിലൂടെ, വിശ്വാസങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് പലപ്പോഴും മാതാപിതാക്കൾ തന്നെ ചെയ്യേണ്ടി വരാറുണ്ട് കുട്ടികൾക്കായിട്ട്.
അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഭക്തിയെപ്പറ്റി, വിവിധ ആരാധനകളെപ്പറ്റി, മോക്ഷം, മുക്തിയെക്കുറിച്ച് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ പല കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉച്ചത്തിലുള്ള ശുക്രനെ പറ്റിയൊക്കെ പറയാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരുപാട് ദൈർഘ്യം വരുന്നുണ്ട്. എപ്പോഴെങ്കിലും പറയാം ഇതിനെപ്പറ്റി. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന്, ക്ഷമയോടെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കറിയാം ഞാൻ പറയുന്ന സ്പീഡ്, എനിക്ക് പറ്റുന്ന തെറ്റുകൾ, ആവർത്തന വിരസത, അതുപോലെ പലപ്പോഴും സ്ലോ ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പരിമിതികളെ പറ്റിയും ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എൻ്റെ പരിമിതികളെ ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. ചിലതൊക്കെ എൻ്റെ അസുഖങ്ങൾ കാരണമാണ്. അത് ഞാൻ നേരത്തെ പലരോടും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളായിട്ടും. ആ കമ്മ്യൂണിക്കേഷനെ ഒക്കെ ഈ ഒരു അസുഖമൊക്കെ ബാധിച്ചിരുന്നു. അപ്പോൾ കുറേയൊക്കെ എനിക്ക് എൻ്റെ നിയന്ത്രണത്തിലുമല്ല. ഞാൻ പല തെറ്റുകളും വരുന്നുണ്ട്. ഒരുപാട് എഡിറ്റിങ്ങും ചെയ്യേണ്ടി വരുന്നുണ്ട്. ആവർത്തനം എനിക്ക് തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ലാഗ് വരുമ്പോഴൊക്കെ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ പരിമിതികളെ ഞാൻ അറിയുന്നുണ്ട്. എല്ലാം ഞാൻ സമർപ്പണം ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് ലഭിച്ച ഈ ഒരു മനുഷ്യജന്മം അത് പവിത്രമാണ്, അത് പൂജനീയമാണ്. അതിനെ ജീവിച്ച് തീർക്കുക എന്നൊരു ബാധ്യത അതെനിക്കുണ്ട്. അത് ഉള്ളിടത്തോളം കാലം നമ്മുടെ കർമ്മം ചെയ്യുക എന്നത്, ധാർമ്മികതയോട് കൂടി നമ്മുടെ കർമ്മം ചെയ്യുക എന്നത് അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് കേൾക്കണം എന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്. എന്നാലും അങ്ങിങ്ങായിട്ട് പഴയതും പുതിയതുമായിട്ടുള്ള വീഡിയോസിന് കമൻറ്റ് ഇടുന്നതുകൊണ്ട് പറയാണ്, യൂട്യൂബിൽ തന്നെ ഇതിന് ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട്. ഈ വീഡിയോയുടെ മുകളിൽ തന്നെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ പ്ലേ ബാക്ക് സ്പീഡ് കാണിക്കുന്നു. നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് അത് സ്പീഡ് വെച്ചിട്ട് കാണാവുന്നതാണ്. പിന്നെ ആവർത്തന വിരസതയും ഉണ്ട്. കുറേയൊക്കെ ഈ ഒരു അസുഖത്തിൻ്റെതുമാണ്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ കണ്ണിൽ പെടുന്നുമില്ല ചിലതൊന്നും. അപ്പം അതിനൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ പറയുന്നത് ഭക്തിയെപ്പറ്റിയും മോക്ഷത്തെപ്പറ്റിയും ഒക്കെയാണ്. അതുപോലെ ആധ്യാത്മിക കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ പരിമിതികളൊന്നും കണക്കാക്കാതെ ഇത് കാണുന്നുണ്ട് എന്നതും എനിക്കറിയാം. അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഇമെയിലായിട്ടും കമൻസായിട്ടും എനിക്ക് വരുന്നുമുണ്ട്. അത് തന്നെ വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഞാനെപ്പോഴും കാര്യങ്ങളെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളിതുവരെ ഈ വീഡിയോ കണ്ടതിനും, എനിക്ക് എപ്പോഴും സപ്പോർട്ട് തരുന്നതിനും, കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് എന്നെ പ്രചോദിപ്പിക്കുന്നതിനും, ക്ഷമയോടുകൂടി കാണുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.